ഫിനിഷിംഗ് ബ്ലൗസ്. ഇത് നമുക്കൊരു ചോളി ബ്ലൗസ് തയ്ക്കാം. പണ്ടത്തെ ചോളി. അപ്പൊ ഇപ്പൊ നല്ല ഫാഷനായിട്ടുള്ള ബാക്ക് കഴുത്തൊട്ട് ഇറക്കി വെട്ടാതെ ഫുൾ ഷോൾഡറുള്ള, അതേസമയം ഫ്രണ്ട് നല്ലതായിട്ട് ഇറക്കി വെട്ടിയ ഒരു ചോളി ബ്ലൗസ് എന്ന് പണ്ടൊക്കെ പറയും. ഇപ്പൊ അതിന് വേറെന്താന്ന് അറിയത്തില്ല. പണ്ട് കാലത്ത് ഞാനൊക്കെ ആദ്യം ബ്ലൗസ് ഇടുന്നത് അങ്ങനത്തെ ബ്ലൗസാണ്. അങ്ങനത്തെ ഒരു ബ്ലൗസ് തയ്ക്കാം കേട്ടോ. എപ്പോഴും പോലെ ആദ്യം നമുക്ക് കൈ വെട്ടിയെടുത്തതാണ്. ഇതിൽ ഇപ്പോൾ ബാക്കിൽ ഒരു ഡിസൈൻ വെച്ച് കാണിക്കാൻ പലരും കുറേ നാളായിട്ട് എന്നോട് പറയുന്നതാണ്. ആദ്യം ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. കൈ തയ്ച്ച് തിരിക്കാനുള്ള തുണി ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവരുടെ കൈയിറക്കം 10.5 ഇഞ്ചാണ്. 10.5 ഇവിടെയും 10.5 തന്നെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് 3.5 ഇഞ്ചാണ് ഇവരുടെ കൈയുടെ പിന്നെ ക്യാപ്പിൻ്റെ ഹൈറ്റ്. 3.5 ഇഞ്ച് എടുത്തു. ഇവിടെ 2 ലൈൻ. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് തന്നെ എടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഞാൻ 1.5 മുതലേ കട്ട് ചെയ്യുമേ. ഇവിടുന്ന് ഇവർക്ക് ആം ഹോള് 17 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ച്. കൈയുടെ ചുറ്റളവ് 5.5 ഇഞ്ച്. 5.25 ഇഞ്ച് അല്ല 5.5 ഇഞ്ച്. 5.5 ഇഞ്ച് പെട്ടെന്ന് അങ്ങ് മാർക്ക് ചെയ്ത് വിടും. കൈയൊക്കെ ഞാൻ ഒത്തിരി വെട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടുന്ന് മേളൊരു 1/2 ഇഞ്ച് മാർക്ക്. ഇവിടുന്ന് ഞാനിങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. രണ്ട് ബ്ലൗസ് ഒന്നിച്ചാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തത്. 4 കൈയുണ്ട്. നമുക്ക് ബാക്ക് വെട്ട് ചെയ്യാം. ഇട്ടു 1/4 ഇഞ്ച് ഒരു പോയിന്റ് വെച്ച് തുണിയെ. നമുക്ക് ഇവരുടെ ഇറക്കം 14 ഇഞ്ചാണ് ഇവർക്ക് ഇറക്കമേ. 14. ഒരു 1/4 ഇഞ്ച് കൂടെ വേണമെങ്കിൽ കൊടുത്തേക്കാം. ഒരു ലൈൻ കൊടുത്താൽ മതി. രണ്ടാമത്തെ ലൈൻ നമുക്ക് പിന്നെ കൊടുക്കാം. ഇവരുടെ ഷോൾഡർ വന്ന് 16 ഇഞ്ചാണ്. അപ്പം പകുതി 8 ഇഞ്ച്. 1/2 ഇഞ്ച് നമുക്ക് ഇവർക്ക് തയ്യൽ തുമ്പ് അതും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇവരുടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച്. അപ്പം എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് കണക്കാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ട്, 1/2 മുക്കാലോ എടുക്കാം, താഴോട്ടൊരു മാർക്ക് കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തടത്ത് നിന്ന് ഇങ്ങോട്ട് ചരിച്ചൊരു മാർക്ക് കണ്ടോ. ഇങ്ങനെ നമുക്കിപ്പോൾ കട്ട് ചെയ്യാനും മാർക്ക് വേണം. ഇവിടെയും കട്ട് ചെയ്യാനുള്ള മാർക്ക് നമ്മൾ കൊടുക്കുക. ഇതാണ് നമ്മുടെ മാർക്ക്. ഇവിടെ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഇത് വന്നിപ്പം 8 ഇഞ്ചാണ്. അതിനെക്കാട്ടിലും -1 ഇഞ്ച് കൊടുത്തിട്ട് 7 ഇഞ്ച് നമുക്ക് കൈക്കുഴി എടുക്കാം. 7 ഇഞ്ച്. ഇവരുടെ ബെസ്റ്റ് സർക്കംഫറൻസ് വന്ന് 39 ഇഞ്ചാണ്. 39 പ്ലസ് ലൈനിങ് ആയതുകൊണ്ട് 3 ഇഞ്ച്. അതിപ്പോൾ 42 ഡിവൈഡഡ് ബൈ 4 10.5 ഇവരുടെ ചെസ്റ്റിൻ്റെ ചുറ്റളവ് 10.5. അപ്പം നമുക്ക് ഈ 10.5-ലൊരു സ്ട്രെയിറ്റ് മാർക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ആം ഹോൾ എടുക്കാമേ. 2 ഇഞ്ച് ഇങ്ങോട്ട്, 1.5 ഇഞ്ച് ഇങ്ങോട്ട്. എത്ര ഉണ്ടെന്ന് നോക്കാം. 8.25 ഉള്ള 8.5 വേണം. അപ്പോൾ നമുക്ക് ശകലം കൂടി ഇങ്ങനെ കുഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇച്ചിരി ഇറക്കിക്കൊണ്ട് ഇങ്ങനൊരു മാർക്ക് കൊടുക്കും. ഇപ്പോൾ 8.5 17. അതായത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇച്ചിരി കയറ്റി വെട്ടി, അല്ലെങ്കിൽ ഇവിടെ താഴെ ഒരു 1/4 ഇഞ്ച് ഇറക്കിയാലും മതി. ഇവിടുന്ന് ഞാനൊരു 3/4 ഇഞ്ചാണ് ഇവിടെ കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. അതായത് നമുക്കിതങ്ങ് വെട്ടിയേക്കാം.
നമ്മുടെ മാർക്കിൽ നിന്ന് 1.5 ഇഞ്ച് വിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് 2 ബ്ലൗസാണ്, 2 ബ്ലൗസിനുള്ള ലൈനിങ്ങാണ്. നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. തുണിയെ തിരിച്ചിട്ട് നമുക്കിതിപ്പോൾ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇച്ചിരി കൂടി ചരിച്ചപ്പോഴും പോലെ അത് നമുക്ക് നെക്ക് വിട്ടെടുക്കാം. നെക്ക് ഇവർക്ക് ഒരു 6.5 ഇഞ്ച് എടുക്കാമേ. ഇത് നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുത്തേക്കാം. ഇവിടെ നമ്മൾ അവിടെ ചരിച്ച് മാർക്ക് ചെയ്തത് ഇവിടെ സ്ട്രെയിറ്റ് ആക്കിയേക്കാമേ. ഫ്രണ്ടിൽ ഇടുമ്പോൾ ഇവിടുന്ന് നമ്മൾ 6.5 ഇഞ്ച് ഇറക്കം കൊടുക്കാം. ബാക്കിൽ ഇറക്കം ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് കൊടുത്തിട്ട് അവിടെ നമ്മൾ 3 അല്ലേ കഴുത്തെടുത്ത്, ഇവിടെ നമ്മൾ 3.25 എടുക്കുക. കഴുത്ത് കട്ട് ചെയ്തു, കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവരുടെ ടക്കിൻ്റെ വിട്താണ്, ടക്കിൻ്റെ ഹൈറ്റാണ്. ടക്കിൻ്റെ ഹൈറ്റ് 10.5 ഇഞ്ച്, താഴെ 13.5 ഇഞ്ച്. ഇതാണ് അവരുടെ ടക്കിൻ്റെ ഹൈറ്റ്. 10.5 13.5 ഇത് രണ്ടും ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവരുടെ ബെസ്റ്റിൻ്റെ പോയിന്റ് വന്ന് 4 ഇഞ്ചാണ്. അപ്പം 4.25 വേണം നമുക്ക്, തയ്യൽത്തുമ്പ് വേണമല്ലോ. 4.25 ഒരു മാർക്ക്, ഇവിടെ 4.25 ഒരു മാർക്ക്, ഇവിടെ ഒന്ന് 3 ഇഞ്ചാണ് ഞാൻ ടക്ക് വിട്ടെടുക്കുന്നത്. അപ്പം ഇത് റെഗുലറായി തയ്ക്കുന്ന തുണികളായതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. ഇവിടെ അങ്ങോട്ട് 1.5 ഇങ്ങോട്ട് 1.5. നമുക്കിവിടെ 3 ഇഞ്ച് ടക്ക് വിട്ടായി. ഇഞ്ച് 1.5 ഇഞ്ച് കയറ്റി മേളിലോട്ട് മാർക്ക് ചെയ്യുവാണ്. ഇവിടെ ഞാൻ 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യുവാണ്. സാധാരണ ഇവിടെ നമ്മൾ കൂടുതലായി എടുക്കുന്നത്. ഇവിടെ ആംഹോളിൻ്റെ ഇറക്കം നമുക്ക് കൂടുതൽ വന്നതുകൊണ്ട്, ആംഹോൾ ഫുൾ ഷോൾഡർ ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ആംഹോളിൻ്റെ ഹൈറ്റ് കൂടുതൽ വന്ന കാരണം ഇവിടെ തുണി ഇല്ലാതെ വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓൾറെഡി തുണി കട്ടായി പോയിട്ടുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ 1 ഇഞ്ച് തന്നെ എടുക്കുന്നുള്ള. എന്നിട്ട് ഇതിനെ അങ്ങ് ഷേപ്പ് ചെയ്യുക. മനസ്സിലായോ? അതായത് ഇവിടെ സാധാരണ നമ്മൾ 6 ഇഞ്ച് എടുക്കാറുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് 7 ഇഞ്ചായി. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 ഇഞ്ച് നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും നമ്മൾ ഇവിടുന്ന് കുറച്ച് ഇത് ചെറുതായിപ്പോൾ ഇവിടെ തുണി ഇല്ലാതെ വരും. അത് കാരണം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ 1 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ 1.5 എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ 1.5 എടുത്താൽ നമ്മളിവിടെ 2 എടുക്കേണ്ടതാണ്. മനസ്സിലായത് വിശ്വസിക്കുന്നു. അപ്പം ഇത് മാർക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇവിടുത്തെ പോയിന്റ് ആദ്യം എടുക്കാം. 7 5 മാർക്ക്, അതായത് 2 ഇഞ്ച് ഗ്യാപ്പിൽ. അതേപോലെ ഇവിടെ ഇതിനെ ഒരു 2.25 ഇഞ്ചിൽ ഒരു മാർക്ക്. ഇവിടെ ഞാൻ ഇവിടെ കുറച്ച് ഒരു 1/4 ഇഞ്ചേ വരത്തുള്ളൂ. വളരെ ഇവിടെ ഇങ്ങനെ കുറച്ച് ചേർത്താണ് വെട്ടിയിരിക്കുന്നത്. അതാണ് ഇങ്ങനെ 1/4 ഇഞ്ച് വരത്തുള്ളത്. നമ്മുടെ എല്ലാ മാർക്കും കഴിഞ്ഞല്ലേ ഇതിൽ. അപ്പം നമുക്കിതിൻ്റെ ബെൽറ്റ് വെട്ടിയെടുക്കാം. ഫുൾ ഷോൾഡർ ബ്ലൗസിൽ ചെറുതായിട്ടേ വരത്തുള്ളൂ. കാരണം നമ്മൾ ആകുമ്പോൾ നല്ല ഇറക്കത്തിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കാമേ. 1 ഇഞ്ചേ ഉള്ളൂ. അപ്പം നമുക്ക് 2.5 ഇഞ്ച് എടുത്താൽ മതി. ഇവിടെ ഞാൻ 2.25 എടുക്കാം. അവിടെ ഒരു ടക്ക്, ചെറിയൊരു ടക്ക് പിടിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ബെൽറ്റ് തീരെ ഇല്ലാതായി പോകുമല്ലോ. അപ്പം നമുക്കൊരു 11 ഇഞ്ച്
ടക്കിൻ്റെ നീളം എടുക്കാം. അവിടെ 2.25 എടുത്തപ്പോൾ ഇവിടെ 3 എടുക്കാം. ഇതിൽ ഞാൻ ബാക്കിൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. വേറെ പേര് ചോദിച്ചായിരുന്നു ബാക്കിലൊരു സ്ക്വയർ ഓവൽ ഷേപ്പ് ഡിസൈൻ കൊടുത്ത് എങ്ങനെ തയ്ക്കുന്നത് കാണിക്കണമെന്ന്. അപ്പം ഇതിൽ ഞാൻ ഡിസൈൻ തയ്ച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ തയ്ച്ചിട്ട് കാണിക്കാം കേട്ടോ. തയ്ക്കുന്ന വീഡിയോ മാക്സിമം ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ഇത് തനിയെ വീഡിയോ ആയിട്ടിടാം. ഓക്കെ, അപ്പോൾ ബൈ, സി യു.